ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമുക്ക് അല്പസമയം ദൈവവചനം ശ്രദ്ധിക്കാം. എനിക്കും കുറച്ച് നേരത്തെ തീർക്കേണ്ടതായിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് മറ്റൊരു ആലയത്തിൽ ഒരു ശുശ്രൂഷയ്ക്കായി പോകേണ്ടതുള്ളത് കൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാം. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ക്ഷണിക്കുകയാണ്. 4-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. അങ്ങനെയാവട്ടെ, സുഫാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണി നേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തിരുവെഴുത്താണ് ഇന്ന് പകലിലും നമ്മൾ തുടർമാനമായി ധ്യാനിപ്പാനായി വായിച്ച് കേൾക്കുവാനായി സാധിച്ചത്. നാം ഇതിന്റെ മുഖവുരയായി ചില വസ്തുതകൾ കഴിഞ്ഞ ദിനത്തിൽ നമുക്ക് ധ്യാനിപ്പാനായി കഴിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലയളവിൽ സുഖ അഥവാ പഴയ നിയമത്തിൽ ശേഖേ എന്ന് വിളിക്കപ്പെട്ട യാക്കോബ് വില കൊടുത്തു വാങ്ങിയ യാക്കോബ് തന്റെ മകനായ ജോസഫിന് അവകാശമായി നൽകിയ സുഖാർ എന്ന് പറയുന്ന യാക്കോബിന്റെ ഉറവിനരികെ ക്രിസ്തു വന്നതായി നമുക്ക് ചിന്തിക്കുവാനായി സാധിച്ചു. അതിനോടനുബന്ധിച്ച് ആ യാക്കോബ് വില കൊടുത്തു വാങ്ങിയ സ്ഥലത്തിന്റെ പ്രാധാന്യത, ആ ശേഖേമിന് ഇത്രത്തോളം മഹത്വം വരുവാൻ ഉണ്ടായ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് യേശു യാക്കോബിന്റെ കിണറിന് സമീപേ വരുവാനിടയായത് എന്നിത്യാദി വിഷയങ്ങളാണ് വളരെ സംക്ഷിപ്തമായ നിലയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിച്ചത്. ഞാൻ ഓർപ്പിച്ചു, ശേഖേ അത് അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. അബ്രഹാം പ്രാരംഭമായി യാഗം കഴിച്ച സ്ഥലമാണ്. ദൈവം ആദ്യമായിട്ട് അബ്രഹാമിനോട് സംസാരിച്ച ഇടമാണ്. മാത്രമല്ല, കനാന്യർ പാർത്ത ആ കാലഘട്ടത്തിൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത്, ഈ ദേശം നിന്റെ അനന്തര തലമുറകൾക്ക് ഞാൻ ശാശ്വതാവകാശമായി നൽകും എന്ന് അന്ന് തമ്പുരാൻ വാക്ക് പറയുവാനായിട്ടിടയായി. അതനുസരിച്ചാണ് പദ്ദൻഅരാമിൽ താമസിച്ചിരുന്ന യാക്കോബ് 100 വെള്ളിക്കാശ് നൽകി ഈ നിലം വിലയ്ക്ക് വാങ്ങി തന്റെ പാർപ്പ് അവിടെ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നത്. ശേഖേമിന് ഇത്രത്തോളം പ്രത്യേകതകൾ ഉള്ളതായിട്ട് നമുക്ക് ചിന്തിക്കുവാനായി കഴിഞ്ഞല്ലോ. സ്തോത്രം. ഒരു ചില കാര്യങ്ങൾ കൂടെ അതിനോടനുബന്ധമായി നമുക്ക് ധ്യാനിക്കാം. ശേഖേം ദൈവം പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം, ശേഖേം ദൈവിക അഭിഷേകമുള്ള ഒരു സ്ഥലം, ശേഖേം ദൈവത്തിന്റെ ഇടപെടലുള്ള സ്ഥലം. ശേഖേമിലാണ് യാക്കോബിന്റെ കിണറുള്ളത്, അഥവാ മുദ്രയിടപ്പെട്ട കിണർ ശേഖേമിലാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. നമ്മൾ ഇന്ന് പകൽക്കാലം തുടർന്നും ധ്യാനിക്കാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യവും മറ്റൊരാൾ 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. പ്രാരംഭമായി 24-ന്റെ 1 വായിക്കാം. യോശുവയുടെ പുസ്തകം. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിന്നു. ശേഖേം അത് അഭിഷേകം ചെയ്ത രെഹബയാമിനെ അഭിഷേകം ചെയ്ത ഒരു ഇടമാണ്. ഇവിടെ ദൈവമനുഷ്യനായ മോശ തന്റെ മരണത്തിന് മുൻപ് ഇസ്രായേലിലുള്ള സംഘത്തലവന്മാർ, പ്രമാണിമാർ, ന്യായാധിപന്മാരായവർ ഇങ്ങനെയുള്ള സകലരെയും എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരുമിച്ച് വിളിച്ചുകൂട്ടി
അവരെ അഭിസംബോധന ചെയ്യുവാൻ തിരഞ്ഞെടുത്ത ദൈവ സന്നിധിയാണ് ശേഖേം എന്ന് പറയുന്നത്. ശേഖേമിന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന എന്താണ്? ഇത് ദൈവത്തിന്റെ സന്നിധി എന്നാണ്. ഇന്ന് പകലിൽ നമ്മൾ കൂടിയിരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സന്നിധിയാണ്. ഏതാണ് ദൈവസന്നിധി എന്ന് നമ്മൾ വിശേഷിപ്പിക്കാം. വിശുദ്ധ തിരുവെഴുത്ത് നാം പഠിക്കുമ്പോൾ യേശു ഇങ്ങനെയാണ് പറഞ്ഞത്: 2 or 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുണ്ടോ ആയവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്നാണ് യേശു പ്രസ്താവിച്ചത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുന്ന ഇടം അത് ദൈവസന്നിധിയായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് ശവക്കല്ലറകളുള്ള സ്ഥലമായാലും, അത് തീരദേശമായാലും, മലയോര പ്രദേശമായാലും, നാഷണൽ ഹൈവേ ആയാലും, എവിടെയായിരുന്നാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ കൂടി വരുന്ന ഇടത്തിന് പറയപ്പെടുന്ന പേരാണ് ദൈവസന്നിധി എന്ന് പറയുന്നത്. ഇവിടെ ഈ ദൈവസന്നിധിയിലാണ് ദൈവമനുഷ്യനായിരിക്കുന്ന യോശുവ എല്ലാ ഗോത്രത്തിലെ തലവന്മാരെയും പ്രമാണിമാരെയും പ്രഭുക്കന്മാരെയും അഭിസംബോധന ചെയ്യുവാനായി അവൻ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. മാത്രമല്ല, അവിടെ വച്ച് നിർണായകമായ ചില തീരുമാനങ്ങൾ കൂടെ കൈക്കൊള്ളുവാനായി യോശുവ ഈ പ്രമാണികളോട് ആലോചന പറയുന്ന രംഗം നമ്മൾ വായിക്കുന്നു. ഇസ്രായേലിൽ നിന്ന് തമ്പുരാൻ കൊണ്ടുവരുന്നതിന് മുൻപ് നിങ്ങൾ പല വിഗ്രഹങ്ങളെയും സേവിക്കുന്നവരായിരുന്നു. അമോരിയ ദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ കടന്നുപോയി. പക്ഷേ ഇപ്പോൾ തമ്പുരാൻ നമ്മളെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. നദി കടത്തി വാഗ്ദത്തത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴിക്ക് പോകാം. പക്ഷേ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കുവാനിടയായി തീരും എന്ന ഈ ശേഖേമിൽ നിന്നാണ് യോശുവ വിളിച്ചു പറയുവാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ശേഖേം അത് ദൈവ സന്നിധിയാണ്. യോശുവയുടെ പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ തിരുവെടുത്ത് നാം പഠിക്കുമ്പോൾ ശേഖേം എന്ന് പറയുന്നത്, വേഗത്തിൽ വായിക്കാം. നഫ്താലി മലനാട്ടിൽ ഗലീലയിലെ കേദശും എഫ്രയീം മലനാട്ടിൽ ശേഖേമും. നോക്കണം, ഇവിടെ സങ്കേത നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ശേഖേം എന്ന് പറയുന്നത്. ഈ സങ്കേത നഗരങ്ങളെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനം ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് ചില ആഴ്ചകൾ തന്നെ പ്രസംഗിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ സങ്കേത നഗരം എന്നത് ഒരു അബദ്ധവശാൽ ഒരുവൻ ഒരാളെ കൊന്നു. അബദ്ധത്തിൽ സംഭവിച്ചതാണ്. കൊല്ലണമെന്ന് വിചാരിച്ചു വന്നതല്ല. ഒരു തെറ്റ് ചെയ്തപ്പോ ഒരു തല്ല് കൊടുക്കണമെന്ന് വിചാരിച്ചു. ആ തല്ല് അല്പം ഓവറായി, അല്ലെങ്കിൽ കൊള്ളുവാൻ പാടില്ലാത്ത സ്ഥലത്ത് ആ തല്ലെന്ത് ചെയ്തു? കൊണ്ടു, കറങ്ങി വീണു, ചത്തുപോയി. അങ്ങനെ സംഭവിച്ചാൽ അബദ്ധത്തിൽ ഒരുവനെ കൊന്നുകളഞ്ഞാൽ ഇവനെ രക്ഷപ്പെടുവാനുള്ള വകുപ്പ് അന്ന് ഒരുക്കുവാനിടയാണ്. അതിനുവേണ്ടി പ്രധാനമായി 6 പട്ടണങ്ങളെയാണ് തിരഞ്ഞെടുക്കുവാൻ ഇടയായത് എന്നാണ് ഇവിടെ വായിക്കുന്നത്. നഫ്താലി മലനാട്ടിലുള്ള ഗലീലയിലെ കേദശാണ് ഒന്നാമത്തെ സ്ഥലം. രണ്ടാമത് എഫ്രയീമിലെ ശേഖേം, മൂന്നാമത് യഹൂദയിൽ ഹെബ്രോൻ, രൂബേൻ ഗോത്രത്തിൽ ബേസർ, ഗിലെയാദിലെ രാമോത്ത്, ബാശാനിലെ ഗോലാൻ. ഇങ്ങനെ 6 സങ്കേത നഗരങ്ങളെയാണ് ആ കാലഘട്ടത്തിൽ ജനത്തിന്റെ രക്ഷയ്ക്കായി തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് മനസ്സിലാക്കാം. കാരണം ഇവർ ചെയ്ത തെറ്റ് അബദ്ധത്തിലാണ്. അബദ്ധത്തിൽ ചെയ്ത തെറ്റിന് കയ്യിൽ കിട്ടിയാൽ മറ്റവൻ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും.
അപ്പോ ഈ പട്ടണത്തിൽ ഓടിയാൽ ഇവന് തീർച്ചയായും സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് ദൈവം നൽകിയിരിക്കുന്ന മാറ്റമില്ലാത്ത പ്രമാണം. അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലുള്ള പുരോഹിതന്റെ മരണം വരെയും തനിക്ക് എന്ത് ചെയ്യാം? അവിടെ പാർക്കാം. അവന് യാതൊന്നും ചെയ്തുകൂടാ. ആ പട്ടണവാസികൾ അവന് വേണ്ട സംരക്ഷണം കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് നമുക്കിവിടെ വായിപ്പാനായി കഴിയുന്നത്. ഒരു കാര്യം നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഈ ലോകത്തിൽ മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. അവൻ സ്തോത്രം ചെയ്യുന്നു. നമ്മളാരും ഇന്ന് പകൽക്കാലം ഇങ്ങനെ വന്നിരിക്കുമെന്നോ ദൈവത്തെ പ്രാർത്ഥിക്കുമെന്നോ ആരാധിക്കുമെന്നോ നമ്മുടെ മനസ്സിൽ പോലും നമ്മൾ ചിന്തിച്ചിരുന്നവരല്ല. വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പാപികൾ ആയിരുന്നു, നമ്മൾ ശത്രുക്കൾ ആയിരുന്നു, നമ്മൾ അഭക്തന്മാരായിരുന്നു, നമ്മൾ ക്രൂശിന്റെ വിരോധികളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമാണ് അവൻ സ്തോത്രം നമ്മെ രക്ഷിച്ച് അവൻ നമ്മുടെ മരണത്തെ അവന്റെ മരണമാക്കിയവർ ആഘോഷിച്ച് നമ്മെ അതിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന സങ്കേത നഗരത്തിൽ അവൻ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാലാണ് ഇന്ന് പകൽക്കാലം അത് അനുഭവിപ്പാൻ നമുക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ പാപത്തിന് ശിക്ഷിച്ചിരുന്നു എങ്കിൽ നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു ചെറിയ കളവ് പറഞ്ഞ, ചെറിയ ഒരു തെറ്റ് ചെയ്ത അനന്യാസ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. ആ തെറ്റിന് കൂട്ടുനിന്ന സബീറയ്ക്ക് പോലും ഒരു അവസരം കൊടുത്തില്ല. അപ്പോൾ അത്രയ്ക്കും കഠിനമായ നിലയിൽ ദൈവം ശിക്ഷ വരുത്തിയ കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിലിരിക്കുന്നത്. അവന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇതിനു മുൻപേ ഇവിടെ നിന്ന് യാത്ര പറയേണ്ടവരായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അവൻ നമ്മോട് കാണിച്ച മഹാദയാണ് ഇന്ന് പകൽക്കാലം ക്രിസ്തുവാകുന്ന സങ്കേത നഗരത്തിനകത്ത് ഈ ശേഖേമിനകത്ത് വരുവാൻ എന്റെ തമ്പുരാൻ അവസരം ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല. കാരണം ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന സുരക്ഷിതത്വം അവൻ അത്രയ്ക്കും ശക്തമാണ്. ആർക്കും അവൻ സ്വന്തം മാറ്റിവെക്കുവാൻ കഴിയാത്ത നിലയിലാണ് തമ്പുരാൻ നമുക്ക് വേണ്ട സുരക്ഷിതത്വം ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ശേഖേം അതൊരു സങ്കേത നഗരമാണ്, അത് ദൈവസന്നിധിയാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോകുമ്പോ ഈ ശേഖേം എന്ന് പറയുന്നത് 37-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോ വേഗത്തിൽ വായിക്കാം. അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു എന്ന് നമ്മൾ വായിക്കും. അപ്പോൾ ഇവിടെ ദൈവമനുഷ്യനായിരിക്കുന്ന യാക്കോബ്, ഞാൻ ഓർപ്പിച്ചു, പദ്ദൻആരാമിൽ നിന്ന് വന്ന് അദ്ദേഹം പാർപ്പുറപ്പിച്ചത് എവിടെയാണ്? ശേഖേമിലാണ്. ഈ ശേഖേമിൽ പാർക്കും അളവിലാണ് ഹാമോരിന്റെ മകനായ ശേഖേം വന്ന് ഏകമകളായ ദീനയെ സ്നേഹിച്ചു, അവളോട് വഷളത്വം പ്രവർത്തിക്കുന്നു. പ്രതികാരമായി ശിമയി, ലേവി തുടങ്ങിയ സഹോദരങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ ഇവർക്കെതിരെ പ്രതികാരം നടത്തി, ആ പട്ടണത്തിനെതിരെ പ്രതികാരം നടത്തി, അവിടെയുള്ള പുരുഷ പ്രജകൾക്കെതിരെ പ്രതികാരം നടത്തി. ആ രംഗമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ ഈ യാക്കോബ് ശേഖേമിൽ പാർക്കുന്ന ആ സമയത്ത് തന്റെ മക്കളെ, തനിക്കുണ്ടായിരുന്ന ഒരു പറ്റം ആടുകളുമായി അയച്ച സ്ഥലമാണ് ഇവിടെ ശേഖേം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ വാക്യം 65-ാമത്തെ വാക്യം പഠിക്കുമ്പോ ഈ ശേഖേം ഒരു നല്ല പുൽപ്പുറമാണ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചാണ്.
ഓക്കെ, അവിടെ ഒരു ഭാഗത്തുണ്ട് ഈ പട്ടണം എന്ന് പറയുന്നത് പുൽപ്പുറങ്ങൾ ഉള്ളതായ ഒരു പട്ടണമാണ് ശേഖേം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇവിടെ 67 അപ്പോൾ യാക്കോബ് ഈ ശേഖേമിലാണ് തന്റെ മക്കളെ അവൻ ആടുകളുമായിട്ട് എന്ത് ചെയ്തത് പറഞ്ഞയച്ചത്. ഒരു മേച്ചൽപ്പുറമായിരുന്നു. ഈ മേച്ചൽപ്പുറത്ത് താമസിക്കുന്ന മേയുന്ന ആടിന് വളരെയധികം സവിശേഷതകളുണ്ട്. അവൻ ഒരു നേരത്ത് പോലും ഇതിന് പുല്ലിന് ആഹാരത്തിന് എന്ത് ഉണ്ടാകത്തില്ല, കുറവ് ഉണ്ടാകത്തില്ല. നല്ല നീരുറവുണ്ട്, നല്ല പച്ചപ്പായ ദേശമാണ്. ഈ ആടുകൾക്ക് സമൃദ്ധമായ നിലയിൽ അവൻ അവിടെ പോഷിപ്പിക്കപ്പെടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് യാക്കോബ് തന്റെ മക്കളെ അവിടേക്ക് അയക്കുന്നത്. എന്നാൽ അവിടെ ജോസഫിനെ അയക്കുന്നതായി നമ്മൾ വായിക്കുന്നില്ല. അതേ അധ്യായത്തിൽ തന്നെ യോസേഫ് ഒരു ദർശനം കാണുന്നുണ്ട്, 2 സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഈ സ്വപ്നം കണ്ടതിന് ശേഷമാണ് യോസേഫിനോട് യാക്കോബ് പറയുന്നു, നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ സഹോദരന്മാർ ആടുകളുമായിട്ട് ശേഖേമിലുണ്ട്, നീ അവിടെ ചെല്ലണം. അവർക്ക് സുഖം തന്നെയാണോ, അതുപോലെ ആടുകളെല്ലാം നന്നായിരിക്കുന്നു എന്നൊക്കെ നോക്കി ക്ഷേമമെല്ലാം തിരക്കി മടങ്ങി വരുവാനായിട്ട് ജോസേഫിനെ അവിടേക്ക് അയക്കുന്ന ഒരു രംഗം നമ്മൾ ഇവിടെ കാണുന്നു. നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭ എന്നത് ആടുകളും ഇടയനും അടങ്ങിയ ഒരു കൺസെപ്റ്റാണ്, ഒരു സംജ്ഞയാണ്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ദൈവസഭ എന്നത് ആടുകളാണ്. അവൻ ഇടയൻ എന്ന് പറയുന്നത് നമ്മുടെ മഹാരാജാവായ യേശു ക്രിസ്തുവാണ്. ആ നിലയിൽ ഇടയനും ആടും എന്ന നിലയിൽ ക്രിസ്തുവും ദൈവമക്കളുമായ നാം ഒരുമിച്ച് അവൻ ജീവിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ അന്നു വേണ്ട മന്ന, അന്നു വേണ്ട ആഹാരം ഈ ശേഖേം എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ തമ്പുരാൻ ഒരുക്കുവാൻ ശക്തൻ തന്നെയാണ്. എന്തു തിന്നും, എന്തു കുടിക്കും എന്നതിനെ കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. തമ്പുരാനാണ് നമ്മെ വിളിച്ചതെങ്കിൽ, അവിടെ നിന്നാണ് നമ്മെ വേർതിരിച്ചത് എങ്കിൽ ഈ ശേഖേമിനകത്ത് നമുക്ക് വേണ്ടതായ പച്ചപ്പുൽമേടുകളുണ്ട്, ഇവിടെ മനോഹരമായ നീരുറവുകളുണ്ട്. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന അവൻ ഞാൻ നിങ്ങളിൽ എത്തിച്ചു പോകേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് ഭക്തന്മാർ ഇങ്ങനെ പാടിയത്, പച്ചപ്പുൽമേടുകളിൽ ദിനവും പാരിപ്പതോർത്താൽ എങ്ങനെ നാം നാളെ യേശുവേ വളർന്നിരിക്കും എന്ന് പറഞ്ഞ് ഭക്തന്മാർ പാടുവാനിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഇന്ന് പകൽക്കാലം ഈ ശേഖേമിൽ വന്നിരിക്കുന്ന നമുക്ക് അവൻ സ്തോത്രം നല്ല പച്ചപ്പുണ്ട്. ഇവിടെ ഈ ശേഖേമിൽ മേയുന്ന, അവിടത്തെ പുൽപ്പുറത്ത് പുല്ല് തിന്നുന്ന ആടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആടുകൾ നല്ല കരുത്തുള്ള ആടുകളാണ്. ഈ ആടുകൾ നല്ല പുഷ്ടിയുള്ള ആടുകളാണ്. ഈ ആടുകൾ ശക്തിയുള്ള ആടുകളാണ്. ഈ ആടുകൾ ഉണർവുള്ള ആടുകളാണ്. ഈ ആടുകൾ ഉൽപാദന ശേഷിയുള്ള ആടുകളാണ്. ദൈവസഭ ഒരിക്കലും മെലിഞ്ഞിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പുഷ്ടിയില്ലാത്തവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കരുത്തില്ലാത്തവരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശക്തിയില്ലാത്തവരായിരിക്കാൻ എന്റെ മണവാളന് ഇഷ്ടമില്ല. പ്രൈസ് ദി ലോർഡ്. ഉൽപാദന ശേഷിയുള്ളവരാകണം, ഉണർവുള്ളവരാകണം, ഉത്സാഹമുള്ളവരാകണം, ശക്തിയുള്ളവരാകണം, ബലശാലികളാകണം. അതാണ് കർത്താവ് തന്റെ ആടിനെ കുറിച്ച്, ശേഖേമിനായിരിക്കുന്ന ആടിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യേശു ശേഖേമിൽ യാക്കോബിന്റെ ഉറവിനരികെ വരുവാൻ ഇടയായി. കാരണം നമ്മള് ഈ ശേഖേമിനെ കുറിച്ച് പഠിക്കുമ്പോ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വന്നാൽ 9-ാം അധ്യായത്തിൽ അവിടെ ഒരു വ്യക്തിയെ രാജാവായി നിയമനം ചെയ്യുന്നതായി നമ്മൾ വായിക്കുന്നു. 9-ാം അധ്യായം അതിന്റെ 46 മുതൽ ആ അധ്യായം മുഴുവനായി പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാനായി സാധിക്കുന്നുണ്ട്. 6-ാം വാക്യം, 18-ാം വാക്യം, 46 മുതൽ 49 വരെ ഈ വാക്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. അവിടെ അബീമേലെക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് രാജാവായിട്ട് എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചത്, നിയമിക്കുവാൻ ആഗ്രഹിച്ചത്. അതിന് അവരെല്ലാവരും ശേഖേമിൽ ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിച്ച 46.
അബീമേലെക്ക് കൂടെയുള്ള പടജ്ജനമൊക്കെയും സൽമോൻമലയിൽ കയറി അബീമേലെക്ക് കോടാലിയെടുത്ത് ഒരു മരക്കൊമ്പ് വെട്ടി ചുമലിൽ വെച്ചു തന്റെ പടജ്ജനത്തോട് ചെയ്തത് നോക്കി നിങ്ങളും വേഗം അതുപോലെ ചെയ്യുവിൻ എന്ന് പറയുന്നു. താഴോട്ട് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ അബീമേലെക്ക് എന്ന് പറയുന്നത് ആരാണെന്ന് അറിയാമോ? വേദപുസ്തകത്തിൽ അനേക അബീമേലെക്കുമാരെ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, തുടർന്ന് ഇങ്ങോട്ടൊക്കെ ധാരാളം പേരും. ഇവിടെ പറയപ്പെടുന്ന ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയപ്പെടുന്ന അബീമേലെക്ക്, ഇദ്ദേഹം ഗിദെയോന്റെ ഒരു മകനാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന പരാക്രമശാലിയായ ഗിദെയോൻ. ഈ ഗിദെയോൻ, ഇദ്ദേഹത്തിന് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു, നിരവധി വെപ്പാട്ടികളും ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ശേഖേമ്യ വെപ്പാട്ടിയിൽ നിന്ന് ഗിദെയോന് ജനിച്ച മകന്റെ പേരാണ് അബീമേലെക്ക്. ഈ അബീമേലെക്കിനെ ഞാൻ ഓർപ്പിച്ചു, അവൻ ഗിദെയോന് റെക്കോർഡിക്കലായ ഭാര്യമാരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ റെക്കോർഡിക്കലായ ഭാര്യമാരും റെക്കോർഡിക്കൽ അല്ലാത്ത വെപ്പാട്ടിമാരിൽ നിന്നും ജനിച്ച മക്കൾ തന്നെ ഏകദേശം 70-ലധികം പേര് ഉണ്ടായിരുന്നു എന്നാണ് തിരുവഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പൊ ഇവർ ഈ ഗിദെയോന്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം എന്തെന്നറിയാമോ? ശേഖേമ്യ വംശത്തിൽപ്പെട്ട തന്റെ അമ്മയുടെ കുടുംബക്കാരുമായിട്ട് ചേർന്ന് ഒരു ഗൂഢാലോചനയൊക്കെ നടത്തി. ആ ഗൂഢാലോചന നടത്തി അവരെ എല്ലാം വശീകരിച്ചു. ഇപ്പൊ ശേഖേമ്യ പുരുഷന്മാരെ എല്ലാം ഈ അബീമേലെക്ക് എന്ത് ചെയ്തു? വശീകരിക്കുവാനായിട്ട് ഇടയായി. ഈ അമ്മയുടെ കുടുംബക്കാർ അവിടെയുള്ള ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന 70 വെള്ളിക്കാശ് ആർക്ക് കൊടുത്തെന്നറിയാമോ? അബീമേലെക്കിന് ദാനമായി നൽകി. ഈ നൽകപ്പെട്ട കാശ് കൊണ്ട് അബീമേലെക്ക് എന്താ ചെയ്തേ? അദ്ദേഹം തുമ്പുകെട്ടവരെയും അവൻ വളരെ മോശമായ ജീവിതം നിസാരന്മാരുമായ വ്യക്തികളെ വിലയ്ക്ക് വാങ്ങി എന്നാണ് നാം തിരുവഴുത്തിൽ വായിക്കുന്നത്. നിസാരന്മാരും തുമ്പുകെട്ടവരുമായ വ്യക്തികളെ വിലയ്ക്ക് വാങ്ങിയിട്ട് അദ്ദേഹം അവരുടെ നായകനായി സ്വയം അവരോധിക്കപ്പെട്ട ചരിത്രമാണ് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. അതിനുശേഷമാണ് അവൻ ശേഖേമിലുള്ള സകല പൗരന്മാരും ചേർന്ന് അവൻ സ്തോത്രം ചെയ്യുന്നു. ജ്ഞാപക സ്തംഭത്തിനരികെയുള്ള കരിവേലകത്തിന്റെ ചുവട്ടിൽ വെച്ച് ഇവന് രാജാവായി അഭിഷേകം ചെയ്യുവാനിടയായി. അത് ഈ ശേഖേമിലായി. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? നേരത്തെയുള്ള സ്ഥലങ്ങളിലെല്ലാം അവൻ സ്തോത്രം സങ്കേത നഗരത്തിൽ സുരക്ഷിതത്വം ഒരുക്കി. അവൻ രെഹബെയാമിനെ രാജാവായി വാഴിച്ചു. അവൻ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ അത് ദൈവത്തിന്റെ സന്നിധിയായതുകൊണ്ട് യോശുവ അവിടെ നിന്ന് പ്രസംഗിച്ചു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ആധികാരികമായി നടക്കുന്നു. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, ഈ ശേഖേമിൽ വെച്ച അബീമേലെക്ക് രാജാവായപ്പോ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഗിദെയോനുണ്ടായ മറ്റു മക്കളെ സംഹരിക്കുക എന്ന ഉദ്ദേശത്തോടെ അവരെ കൊന്നുകളയുവാൻ തീരുമാനിച്ചു. കാരണം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലഘട്ടം ഇദ്ദേഹത്തിന്റെ രാജ്യത്വം എന്ത് ചെയ്യത്തില്ല, ഉറക്കത്തില്ല. ആയതുകൊണ്ട് 70 പേരെ അവരുടെ വീടുകളിൽ ചെന്ന് കൊന്നുകളഞ്ഞു. അതിൽ ഒരുവനോട് രക്ഷപ്പെട്ടു. അവന്റെ പേരാണ് യോധാം എന്ന് പറയുന്നത്. അങ്ങനെ യോധാം ഇവരെ വളരെ ശപിച്ചു എന്ന് വായിക്കും. ഏകദേശം ഒരു 3 വർഷം പിന്നിട്ടു. 3 വർഷം പിന്നിട്ടപ്പോ അബീമേലെക്കിന് ശേഖേമ്യരിൽ നിന്ന് തന്നെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. അതിനകത്ത് നിന്ന് തന്നെ ഇദ്ദേഹത്തിന് വിപ്ലവം ഉണ്ടായി. ഇപ്പോൾ അബീമേലെക്കിന് നിൽക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് നമ്മൾ പഠിക്കുമ്പോ ഒരിക്കൽ ഈ അബീമേലെക്ക് തേബസ് എന്ന് പറയുന്ന ഒരു ഗോപുരത്തിൽ കയറി അതിനെ തീ കൊളുത്തി ചുട്ട് നശിപ്പിക്കേണ്ടതിന് അദ്ദേഹം തീരുമാനിച്ച് അതിനോട് ചേർന്ന് നിൽക്കുക. ആ സമയത്ത് അവൻ എന്താ സംഭവിച്ചതെന്നറിയാമോ? അവിടെ ഒരു സ്ത്രീ തിരിക്കല്ലിനുള്ള പിള്ള എടുത്ത് ഇവന്റെ തലയ്ക്ക് എന്ത് ചെയ്തു? ഇട്ടുകൊടുത്തു. ഇവന്റെ തലയോട് തകർന്നു. അവൻ സ്തോത്രം, അവൻ അപമാനം, ഒരു സ്ത്രീയാണ് തന്നെ കൊന്നത് എന്ന് വരാതിരിക്കേണ്ടത് തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു, എന്നെ എന്ത് ചെയ്യണം? നീ കുത്തി കൊല്ലണം എന്ന് പറഞ്ഞ്
ബാല്യക്കാരൻ വഴി അബീമേലെക്കിനെ കൊന്ന ചരിത്രവും ശേഖേമിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോ ശേഖേം ഒരു ഭാഗത്ത് ദൈവം നമുക്ക് വാഗ്ദത്തമായി തന്ന സ്ഥലമാണ്. അതൊരു അവകാശത്തിന്റെ ഭൂമിയാണ്. അവിടെ ദൈവ സാന്നിധ്യവും ദൈവ തേജസ്സുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് വ്യവസ്ഥ പ്രകാരമല്ലാതെ അവൻ ഇതിനകത്ത് ദൈവസഭയ്ക്കകത്ത് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുവാൻ തയ്യാറായാൽ അവനെ അങ്ങനെ വച്ചരിക്കത്തില്ല. അവൻ എന്നേക്കുമായി തമ്പുരാൻ റിമൂവ് ചെയ്യുവാനിടയായിത്തീരും. ദൈവസഭ എന്നത് അത് വിശുദ്ധ മന്ദിരമാണ്. അവൻ സ്തോത്രം അടിസ്ഥാന മൂലക്കല്ലായ യേശു ക്രിസ്തുവിന്മേൽ പണിയപ്പെട്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ സഭ. അതുകൊണ്ട് ഇതിന് കോട്ടം സംഭവിക്കുന്നത് കാണുവാൻ അവൻ ആ സമയമുള്ളതാകാൻ ഇഷ്ടമില്ല. വ്യവസ്ഥ പ്രകാരം ജീവിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനൊക്കെ തട്ടിമറിയും അവൻ ഭരണങ്ങൾ പിടിച്ചടക്കുവാനാണ് അവൻ മോഹമെങ്കിൽ അത്തരക്കാരെ ദൈവസഭയ്ക്കകത്ത് തമ്പുരാൻ വച്ചിരിക്കത്തില്ല. അതാണ് നമ്മൾ അന്ന് മോശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ പാളയത്തിൽ മോശയ്ക്കും അഹ്രോനും എതിരെ രംഗത്ത് വന്ന അബീരാം തുടങ്ങിയ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിച്ച ന്യായവിധിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അഹ്രോന് വിരോധമായി മോശയ്ക്ക് വിരോധമായി അവർ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ട് അവിടെയുള്ള ശുശ്രൂഷകളിൽ കൈകടത്താമെന്ന് വ്യാമോഹിച്ചതുകൊണ്ട് ഭൂമി അവരെ വായ് പിളർന്ന് എന്നേക്കുമായി സംഹരിക്കുവാനായിട്ടിടയായി. ശേഖേം വ്യവസ്ഥയില്ലാതെ ജീവിച്ചാൽ, അശുദ്ധിയിൽ ജീവിച്ചാൽ അവിടെ അവന് സ്ഥിരതയില്ല. അവനെ അവിടെ വച്ചിരിക്കത്തില്ല. ദൈവം പലപ്പോഴും അവന് മാനസാന്തരപ്പെടുവാനുള്ള അവസരം കൊടുക്കും. അവൻ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള അവസരം കൊടുക്കും. അവൻ ദൈവസന്നിധിയിൽ നിരപ്പാകുവാനുള്ള അവസരം കൊടുക്കും. പക്ഷേ അവൻ സ്വന്തം അനുസരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ എന്നേക്കുമായി ഛേദിച്ചു കളയുവാനിടയായി. ഈ ശേഖേമിലാണ് യേശു എന്ത് ചെയ്തത്? യേശു വരുവാനിടയായി. ഈ ശേഖേമിലുള്ള ഈ സുഖാറിലുള്ള യാക്കോബിന്റെ കിണറിലരികെ യേശു വന്നിരിക്കുകയാണ്. അതിന്റെ 6-ാമത്തെയും 7-ാമത്തെയും വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. 6-7 വാക്യങ്ങൾ യോഹന്നാൻ സുവിശേഷം. അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6 മണിനേരമായിരുന്നു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് യേശു ചോദിച്ചു. അപ്പോൾ യേശു എന്തിനാണ് ഈ സുഖാറിൽ അഥവാ ശേഖേമിൽ യാക്കോബിന്റെ ഉറവിനരികെ വന്നത്? ഞാൻ കഴിഞ്ഞ ആഴ്ച അനേക കാര്യങ്ങൾ അത് സംബന്ധിച്ച് പറയുവാനിടയാണ്. യേശു തന്റെ മണവാട്ടിയെ സന്ദർശിക്കുന്ന ഇടമാണ് ശേഖേം അഥവാ സുഖാർ എന്ന് പറയുന്നത്. ദൈവസഭ അത് മുദ്രയിടപ്പെട്ട കിണറാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, യേശു ഈ യാക്കോബിന്റെ ഉറവിനരികെ വന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ? എന്നാൽ അവൾ എന്താണ് അവിടെ മറുപടി പറയുന്നത്? അവൾ യഥാർത്ഥത്തിൽ വന്നത് അവൾക്ക് അവരുടെ വീട്ടാവശ്യത്തിന് വെള്ളം കോരണം, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ജീവിതാവശ്യത്തിന് വെള്ളം കോരുവാനാണ് യഥാർത്ഥത്തിൽ അവൾ എന്ത് ചെയ്തത്? ശമരിയ സ്ത്രീ അവിടെ വന്നത്. എന്നാൽ യേശു അവളോട് ചോദിച്ചത്, എനിക്ക് കുടിപ്പാനായി തരുമോ? ഇന്നും പകലിലും പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നത് അത് തന്നെയാണ്. സഭയുടെ നാഥനായ കർത്താവ് ഇതുവരെയും അവൻ നമ്മെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയത് തുടങ്ങി ഇതുവരെയും നമുക്ക് വേണ്ടത് എല്ലാം എന്റെ കർത്താവ് ഒരുക്കുവാനിടയാണ്. നമ്മുടെ വളർച്ചയിൽ ദൈവം ഉണ്ടായിരുന്നു. നമുക്ക് നല്ല വിദ്യാഭ്യാസങ്ങൾ തന്നു, നല്ല ജോലികളെ തന്നു, കുടുംബം തന്നു, ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു, മക്കളെ തന്നു, നല്ല വീട് തന്നു, വാഹനം തന്നു, വസ്തു തന്നു. അങ്ങനെ എല്ലാ ഐശ്വര്യവും എന്റെ കർത്താവ് നമുക്ക് നൽകുവാനിടയായി. ഒന്നിനും കുറവില്ലാതെ അന്നു വേണ്ടതെല്ലാം എന്റെ ദൈവം നൽകി നമ്മെ പോഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്റെ കർത്താവ് നമ്മോട് ചോദിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ്, ഒരു കപ്പ് വെള്ളമാണ്. അവൻ സ്തോത്രം, ഈ യാക്കോബിന്റെ ഉറവ് അത് ഞാൻ നൽകിയ അവകാശമാണ്. ഇത് ഞാൻ കൊടുത്ത വിലയാണ്. യാക്കോബ് 100 വെള്ളിക്കാശിനാണ് എന്ത് ചെയ്തത്? ഈ ഉറവ് വിലയ്ക്ക് വാങ്ങിയത്. അരിമരക്ഷകനായ കർത്താവ് തന്റെ ശരീരത്തെ
അവൻ വിലയായി കാൽവറിയിൽ ഏൽപ്പിച്ചിട്ടാണ് നമ്മെ ഓരോരുത്തരെയും വിലക്ക് വാങ്ങി ഈ ശേഖേമിന്റെ അവകാശികളായി, ഈ ഉറവിന്റെ അവകാശികളാക്കി തമ്പുരാൻ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോ ഈ ഉറവിന്റെ അവകാശികളാക്കി ദൈവം മാറ്റിവെച്ചിരിക്കുന്നത്, യേശു വരും, അവൻ ഇതുപോലെ ചോദിക്കും, എനിക്ക് കുടിപ്പാൻ തരുമോ, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിക്കുമ്പോ ഇവൾ എന്താ മറുപടി പറയുന്നത്? അവൾക്കൊന്നും പറയാറില്ല, അവൾ ഒന്നും പറയുന്നുമില്ല. അവൻ നമ്മളെങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവൻ സ്തോത്രം ചെയ്യുന്നു, യേശുവിന്റെ ദാഹം തീർക്കുവാനായിട്ട് അവൻ പരിശ്രമിക്കുന്നതായി നമ്മൾ വായിക്കുന്നില്ല. ഒരല്പം പോലും, ഒരു സ്റ്റെപ്പ് പോലും അവൾ എന്ത് ചെയ്തില്ല? യേശുവിന്റെ ദാഹം തീർക്കുവാൻ രംഗത്ത് വന്നില്ല. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, അവൻ തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഈ കിണറിനകത്ത് യാക്കോബിന്റെ പുറവിനരികെ വച്ചിരിക്കുന്നത് അവൻ വെറുതെയല്ല, അവൻ യേശുവിന്റെ ദാഹം തീർക്കേണ്ടതിന് വേണ്ടിയാണ്. അവൻ നാളിതുവരെ നമുക്ക് വേണ്ടി എല്ലാ നന്മകളും ഒരുക്കി തരുവാനിടയായി. എന്നാൽ എന്നെങ്കിലും യേശുവിന്റെ ദാഹം തീർക്കുവാനായി രംഗത്ത് വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കൊടുക്കുവാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒരു നിമിഷം ശോധന ചെയ്യേണ്ടിയിരിക്കുകയാണ്. യേശുവിന്റെ യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ ആവശ്യമൊന്നും തമ്പുരാനില്ല. അല്പം വെള്ളമോ അല്ലെങ്കിൽ വല്ല കൂൾ ഡ്രിങ്ക്സോ ഇതിന്റെ ഒന്നും ആവശ്യം യഥാർത്ഥത്തിൽ തമ്പുരാന് ഇല്ല. തമ്പുരാനാണ് ഇതെല്ലാം, തമ്പുരാനാണ് ഇതിനെല്ലാറ്റിന്റെയും അവൻ ഉടയവൻ എന്ന് പറയുന്നത്. അവൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം അവന് സകലവും അവൻ സ്തോത്രം ചെയ്യുവാനായി കഴിയും. പക്ഷെ യേശുവിന്റെ ദാഹം എന്ന് പറയുന്നത് ഒരു അക്ഷരീക ദാഹമല്ലായിരുന്നു, ഒരു ആത്മീക ദാഹമായിരുന്നു. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീയോട്, അഥവാ സഭയ്ക്ക് പ്രധാനമായും പ്രതിനിധാനം ചെയ്യുന്ന അവൻ ശമരിയക്കാരിയായ സ്ത്രീയോട് ചോദിച്ചത്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന്. പ്രൈസ് ദി ലോർഡ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്കാരം അനുസരിച്ച് ബീഹാർ, ഒറീസ, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോ യാതൊരു വീട്ടിൽ ചെന്നാലും ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു വലിയ കപ്പ് നിറയെ ഗ്ലാസ്, വലിയ ഗ്ലാസ് ആയിരിക്കും, ഒരു ഗ്ലാസ് നിറയെ വെള്ളം കൊണ്ടുവന്ന് വരുന്നത്. ഈ വെള്ളം നമ്മൾ കുടിച്ചില്ലെങ്കിൽ അവരെ നമ്മൾ സ്നേഹിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നതിന് സാരമാണ്. അതുകൊണ്ട് അല്പമെങ്കിലും എന്ത് ചെയ്യണം? നമ്മളെടുത്ത് കുടിക്കണം. ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം തരുന്നത് വെള്ളമാണ്. എന്നാൽ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലോ, ചായല്ല, അതൊക്കെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വേണമോ എന്ന് പോലും ചോദിക്കാത്ത പുള്ളികളാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്, അല്ലേ? അങ്ങനെയുള്ള പുള്ളികളുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരിയോട് യേശു ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ തരുമോ? ഇവൾ യെസ് എന്നും പറയുന്നില്ല, നോ എന്നും പറയുന്നു. തരാമെന്നോ തരില്ലെന്നോ ഇവൾ ചെയ്യുന്നില്ല, പറയുന്നില്ല. ഇതിന്റെ പുറകിൽ വലിയൊരു മർമ്മം. നമ്മൾ കുറച്ച് പുറകിലോട്ട് പോകണം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിന് ഒരു നവവധുവിനെ, ഒരു കന്യകയെ ആഗ്രഹം എടുക്കുവാനായിട്ട് തന്റെ ദാസനായിരിക്കുന്ന ഏലിയാസറിനെ തന്റെ പുത്രഭവനത്തിലേക്ക് നീക്കുകയാണ്, അയക്കുകയാണ്. അപ്പോ ഏലിയാസറിനോട് അബ്രഹാം തന്റെ തുടയിൽ തന്റെ കരങ്ങളെ വെച്ചൊരു സത്യമെല്ലാം ചെയ്യിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്. ഇവിടെ പറഞ്ഞയക്കുമ്പോ ഏലിയാസറിന് ഒരു മനസ്സിലൊരു ചങ്കലമുണ്ട്. ഞാൻ ഇതാ പോകുന്നു, എന്റെ ദാസന്റെ, എന്റെ യജമാനന്റെ ഭാര്യ, എന്റെ യജമാനന്റെ മകന് ഒരു ഭാര്യയെ കണ്ടെത്താനാണ് പോകുന്നത്. അവിടെ ചെന്ന് ഉണ്ടോ കിട്ടുമോ ഇല്ലയോ ഒരു പിടുത്തവുമില്ല, വളരെ ആശങ്കയുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ, ഈ എലിയാസർ, അദ്ദേഹം മനസ്സിലൊരു തീരുമാനമെടുത്തു, ഞാൻ അവിടെ ചെല്ലും, എന്തായാലും യജമാനനോട് സത്യം ചെയ്തതാണ്, യജമാനന്റെ വാക്ക് അനുസരിക്കണം. അവിടെ ചെന്ന് അവൻ സ്തോത്രം ചെയ്യുന്ന ആ പട്ടണവാതിൽ എന്ത് ചെയ്യണം? പോകണം. അവിടെ ചെന്ന് അവൻ ഒരു ഏതെങ്കിലും കന്യകമാർ വരുന്ന സമയത്ത് അവരോട്, എനിക്ക് വെള്ളം തരുന്ന, ഞാൻ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം തരുന്ന, എന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കുന്ന ആ യുവതി എന്റെ യജമാനന്റെ മകന് ഭാര്യയായിരിക്കണം എന്ന ഒരു കൺസെപ്റ്റിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? പോകുന്നത്.
യഥാർത്ഥത്തിൽ ഈ എലിയാസർ ഈ വെള്ളം കിട്ടുവാൻ വേണ്ടി ഒരു ഇന്റർവ്യൂ തന്നെ നന്നായി നടത്താനാണ് എന്ത് ചെയ്തത്, അദ്ദേഹം തീരുമാനിച്ചു പോകുന്നത്. അപ്പോ ഈ എലിയാസർ അവിടെ ചെന്നു. കന്യകമാരല്ല വെള്ളം കോരുവാനായിട്ട് പാത്രങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോ ഇദ്ദേഹം വച്ചിരിക്കുന്ന ഡിമാൻഡ് സൗന്ദര്യമുള്ള യുവതിയാണോ, സമ്പത്തുള്ള യുവതിയാണോ, കാറ് കിട്ടുമോ, ജോലി ഉണ്ടോ, മുടി നീളമുണ്ടോ, അവൻ സ്വന്തം ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ്, ഇതൊന്നും അദ്ദേഹത്തിന്റെ ഡിമാൻഡിൽ ഇല്ലായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡിമാൻഡ്, ഇദ്ദേഹം ഇന്റർവ്യൂ ചെയ്യുവാൻ ആഗ്രഹിച്ചത് എന്താണെന്ന് അറിയാമോ? ഞാൻ വെള്ളം ചോദിച്ചാൽ എനിക്ക് വെള്ളം തരണം. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ എത്ര ഒട്ടകം ഉണ്ടെന്ന് അറിയാമോ? 10 ഒട്ടകം. ഈ 10 ഒട്ടകത്തിനും എനിക്കും വെള്ളം തരണം, 10 ഒട്ടകത്തിനും വെള്ളം കൊടുക്കണം. അപ്പൊ ഈ വ്യവസ്ഥയിലാണ്, ഈ ഇന്റർവ്യൂ നടത്തിയാണ്, ഇന്റർവ്യൂ നടത്തുവാൻ കണക്കാക്കിയാണ് അദ്ദേഹം പോകുന്നത്. അപ്പൊ ഈ ബാല്യക്കാരി അവിടെ വന്നു. കന്യകമാർ ധാരാളം പേരുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് നാഹോരിന്റെ ഭാര്യയായ മിൽക്ക പ്രസവിച്ച ബെഥുവേലിന്റെ മകളായ റബേക്ക എന്ത് ചെയ്യുന്നത്, അവിടെ വെള്ളം കോരാനായിട്ട് വരുന്നത്. റബേക്കയെ കണ്ടപ്പോ എലിയാസറിന് തോന്നി, എന്തായാലും ഈ യുവതിയോട് വെള്ളം എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോ ഇദ്ദേഹം ഓടിച്ചെന്ന് ചോദിച്ചു, നിന്റെ പാത്രം ഇറക്കി എനിക്ക് അല്പം കുടിപ്പാൻ തരുമോ? അപ്പോൾ അവൾ ഓടിച്ചെന്ന് വെള്ളം കോരി ഈ മനുഷ്യന് എന്ത് ചെയ്തു, കുടിപ്പാനായിട്ട് കൊടുത്തു. എന്നിട്ട് അവൻ തന്നെ പറയുകയാണ്, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ ഒട്ടകങ്ങൾക്കെല്ലാം വേണ്ടുവോളം കൊടുത്തു എന്നാണ് നമുക്ക് ഇവിടെ വായിപ്പാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ ഇന്റർവ്യൂവിൽ ആ കുട്ടി എന്ത് ചെയ്തു, പാസ്സായ കുട്ടിയെയാണ് എന്ത് ചെയ്യുന്നത്, ഇസഹാക്കിന് മണവാട്ടിയായിട്ട് കൊണ്ടുപോകുവാനിടയായത്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടായിരിക്കാം എലിയാസർ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ കാരണം അറിയോ? അറിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്ന അബ്രഹാം 75-ാമത്തെ വയസ്സിലാണ് മക്കൾ കിട്ടുമെന്ന വാഗ്ദത്തം ഉണ്ടാകും. ഈ 75-ാമത്തെ വയസ്സിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിനക്ക് വാഗ്ദത്ത സന്ധ്യ തരും. പക്ഷേ അതിനുവേണ്ടി 1/4 നൂറ്റാണ്ട് അഥവാ 25 വർഷം എന്ത് ചെയ്തു, കാത്തിരിക്കേണ്ടി വന്നു. അപ്പോ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്കിന് ലഭിച്ചു. അവൻ വളർന്നു, വിവാഹ പ്രായമൊക്കെ ആയി. അപ്പൊ ഇവര് ഏകദേശം വാർദ്ധക്യം കൊണ്ട് ജരാതര ബാധിച്ച സമയത്താണ് ഇസഹാക്കിന് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പൊ ഇവ വളർന്നു പെണ്ണേട്ട വരുവായപ്പോ ഇവർ കുറച്ചുകൂടെ പ്രായമായി. ഇവർക്ക് ജോലിയൊന്നും ചെയ്യാനുള്ള ശേഷി ഇല്ല. അപ്പൊ ഈ എലിയാസർ ചിന്തിച്ചത്, എന്റെ യജമാനൻ എന്ത് ചെയ്യണം, വെള്ളം കുടിച്ചെങ്കിലും അവസാന ഘട്ടത്തില് ചാകണം. അപ്പോ വല്ലതിനെയൊക്കെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വെള്ളം പോലും കിട്ടത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു പരിശോധന നടത്താമെന്ന് വിചാരിച്ചായിരിക്കാം ഇങ്ങനെ ഒരു പരിശോധന, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എന്ത് ചെയ്തത്, നടത്തിയത്. അതിനവൾ ഫിറ്റായിരുന്നു. അവൻ മനസ്സിലാക്കി, അവൻ നല്ലവളെന്ന് കണ്ടു, അവളെ കൊണ്ടുവരികയാണ്. ഇന്നാണെങ്കിൽ എൻഗേജ്മെന്റ് പോലും ആകണ്ട. നമ്മളത് ഇന്ന് ഓൺലൈൻ വഴിയും അല്ലാതെ ഇല്ലാതൊക്കെ നമ്മൾ കണ്ടെത്തുകയാണ് അല്ലേ? കണ്ടെത്തി അവർ തമ്മിൽ തന്നെ നേരത്തെ പറയുകയാണ്, സെറ്റ് ചെയ്യുകയാണ്. ചേട്ടാ, ഇച്ഛായ, ഞാൻ അവിടെ വന്ന് ഒരു ജോലി ചെയ്യത്തില്ല കേട്ടോ. നമുക്ക് ആദ്യം 2-3 ദിവസം ഒന്ന് അടിച്ചു പൊളിക്കാം. അത് കഴിഞ്ഞ അപ്പോ അവരെ കൊണ്ടാക്കി തരും. പിന്നെ നമുക്ക് അടുത്ത ആഴ്ച മുതല് വേറെ ചട്ടിയും പാനയും നമുക്ക് നോക്കാം. നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവരും നമ്മളെ എന്ത് ചെയ്യണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. ഇതല്ല ക്രിസ്തീയത, ഇതല്ല യഥാർത്ഥ മണവാട്ടി. ഇവിടെ എലിയാസർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് സാദൃശ്യമാണ്. ഇസഹാക്ക് ക്രിസ്തുവിന് സാദൃശ്യമാണ്. റബേക്ക മണവാട്ടി സഭയ്ക്ക് സാദൃശ്യമാണ്. അങ്ങനെയെങ്കിൽ അവൻ സ്തോത്രം, ക്രിസ്തുവാകുന്ന നിർമ്മല പുരുഷന് അവൻ കന്യകയാകുവാൻ, അവൻ സ്തോത്രം കന്യക എന്ന ബന്ധത്തിൽ
നയിക്കപ്പെടുന്നത്, അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന എലിയാസറാണ്. ഈ എലിയാസറാണ് ആ വിവാഹ പുരുഷനുമായിട്ട് റബേക്കയാകുന്ന നമ്മെ യോജിപ്പിക്കുന്ന ഘടകം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട, ഈ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അവൻ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമുക്ക് നിലനിൽക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ യേശു ഈ യാക്കോബിന്റെ കിണറിനരികെ അന്ന് നിന്നിട്ടാണ് ഈ മണവാട്ടിയോട് ചോദിക്കുന്നു, എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ എന്ന്. എന്നാൽ അവരുടെ മറുപടി നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. അവൻ സ്തോത്രം ചെയ്യുന്ന പകൽക്കാലം ഞാൻ എന്റെ വാക്ക് ഇവിടെ ഉപസംഹരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. യേശു ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ചോദിക്കുന്നു, കുടിപ്പാൻ എനിക്ക് തരുമോ എന്ന്. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്ക് ഇവിടെ ചുരുക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ശേഖേമിൽ, ഈ സുഖാവിൽ എന്റെ കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൻ ഇന്ന് പകൽക്കാലം നമ്മോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു, എന്റെ ജീവന മറുവിലയായി തന്നു, അവൻ നിനക്ക് വേണ്ട സകലതും ഞാൻ തന്നു. നീ ചോദിച്ചതൊക്കെ ഒരു ദാസനെ പോലെ, ഒരു അടിമയെ പോലെ അവൻ ഞാൻ നിനക്ക് നിർവഹിച്ചു തരുവാനിടയായി. നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? എനിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മുൻപിൽ ഒരു മറുപടി, ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് ദൈവസഭ ഇവിടെ നിന്ന് കടന്നു പോകാം. ദൈവകരങ്ങളിലേക്ക് ഒന്ന് കൊടുക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവ് ചോദിക്കുന്നു, കുടിപ്പാൻ എനിക്ക് തരുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചവരാണ്, അഭിഷേകം പ്രാപിച്ചവരാണ്. എല്ലാം കർത്താവ് നിങ്ങൾക്ക് തരുവാനിടയായി. ഐശ്വര്യമായ എന്റെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. എന്നാൽ കർത്താവ് പറയുന്നു, എന്റെ ദാഹം ഇതുവരെയും തീർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ ദാഹം നിങ്ങൾക്ക് തീർക്കുവാനായി കഴിയുമോ? ഈ ശമരിയ സ്ത്രീ യേശു സംസാരിക്കുമ്പോഴും അതിനുശേഷവും മണിക്കൂറുകൾ യേശുവിനോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ടും ദാഹം തീർക്കാമെന്നോ തീർക്കില്ലെന്നോ അവൾ പറയുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവ് ദൈവസഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവന്റെ ദാഹം തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പകൽക്കാലം യേശുവിന് ദാഹിക്കുന്നുണ്ട്. ക്രൂശിൽ കിടന്നവരായ യേശു ഇങ്ങനെയാണ് വിളിച്ചു പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പടയാളികൾ എന്താ ചെയ്തത്? കണ്ടിവെള്ളം കലക്കി യേശുവിന് കുടിക്കുവാനായി കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, അവർ ചിന്തിച്ചത് ഈ കണ്ടിവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ യേശു വേദന കൂടാതെ മരിക്കും എന്നാണ്. എന്നാൽ യേശു ആ കണ്ടിവെള്ളം കുടിക്കുവാൻ തയ്യാറായില്ല. ആ കൈപ്പുള്ള വെള്ളം കുടിക്കുവാൻ തയ്യാറായില്ല. യേശു ഇപ്പോഴും അവൻ പറയുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് കുടിപ്പാൻ തരുമോ? നന്മ അനുഭവിച്ച, രക്ഷ പ്രാപിച്ച, വിടുതൽ അനുഭവിച്ച പ്രിയ സഹോദര സഹോദരി, കുഞ്ഞേ, പ്രിയ പിതാവേ മാതാവേ, യേശു നിങ്ങളെ സ്നേഹിക്കുകയാണ്. യേശു നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന്. ആ യേശുവിന്റെ ദാഹം തീർക്കുവാൻ നാം സന്നദ്ധരാണോ? ദൈവകരങ്ങളിൽ കൊടുക്ക. ദൈവ സാന്നിധ്യം എന്ന് പകൽക്കാലം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.